ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഇത് ഈ കിടന്നുറങ്ങുന്നത് എൻ്റെ കൊച്ചാണ്. ഇന്ന് തിരക്ക് പിടിച്ച ദിവസമാണ്. രാവിലെ ഇക്ക പോയി സുൽഫിക്ക് നേരത്തെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതിനുവേണ്ടി നേരത്തെ ഫുഡ് ഉണ്ടാക്കി വെക്കണം. എനിക്ക് തേങ്ങ തിരുമ്പുന്ന ജോലിയാണ്. ഞാൻ പോയി തേങ്ങ ഒക്കെ തിരുമ്പട്ടെ. ഇന്ന് സുബിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഇപ്പം ഇത്രയേ ഉള്ളൂ. തേങ്ങ തിരുമട്ടെ. തേങ്ങ തിരുമിട്ട് ബാക്കി കാണാം. ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ല, ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് എങ്ങനെ ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊക്കെയുള്ള ഇത്. തേങ്ങയൊക്കെ തിരുമട്ടെ. തേങ്ങാവെള്ളം ഇന്ന് സുബിക്ക് കൊടുത്തു. തേങ്ങാവെള്ളത്തിൽ ഞങ്ങൾ ഇടിയാണ്. ആര് കുടിക്കും? എന്താ ഞങ്ങൾ ഇടിയാ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ അല്ലേ ആള്. അപ്പോൾ ഇന്ന് പുള്ളിക്ക് കൊടുത്ത് കുടിക്കട്ടെ. ബർത്ത്ഡേക്കാരനും കുടിക്കേണ്ട, കാരൻ്റെ പെങ്ങളും കുടിക്കേണ്ടെന്ന് ഉമ്മ പറഞ്ഞു. ഇപ്പോൾ ഒരാളെ കുടിച്ചാൽ മതി, ഞാനല്ലേ പ്രസവിച്ചു, അപ്പം ഞാൻ കുടിക്കട്ടെ, ഇന്നത്തെ ദിവസം എനിക്കും കൂടെ ഉള്ളതെന്ന് പറഞ്ഞ് ഉമ്മ ആ തേങ്ങാവെള്ളം കുടിച്ചു. ഉള്ളത് പറഞ്ഞാൽ അതും ശരിയാണ്, കാരണം അവരല്ലേ പ്രസവിക്കുന്നേ, അപ്പോൾ അവരുടെയും കൂടെ ഒരു ദിവസമല്ലേ അത്. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് തേങ്ങയൊക്കെ തിരുമ്മി ഇതെടുത്ത് പിന്നെ ഞങ്ങൾ ഗ്യാസ് അടുപ്പിലോട്ട് വെക്കുക. കാരണം അടുപ്പിൽ ഇപ്പോൾ തീ കത്തുന്നില്ല. എന്താ മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കും എന്തോ ചാരമൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷെ തീ അങ്ങോട്ട് കത്തുന്നില്ല. അതുകൊണ്ട് ബാക്കി പരിപാടികളൊക്കെ പതുക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അടുപ്പിൽ ചെയ്തിട്ട് ചോറ് അരി എടുത്ത് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ അവിടെ ചായയുടെ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. ബർത്ത്ഡേ പോയി. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അഗൈൻ താങ്ക് യു. ഇതാണ് ബർത്ത്ഡേ പോയി. യെസ് ഓഫ് കോഴ്സ്. ഞാൻ ഇട്ട സ്റ്റോറി എങ്ങനെയുണ്ട്? കൊള്ളാം. പാട്ട് സെലക്ഷൻ ഒന്നൊന്നര പാട്ടായി പോയി. നിന്റെ സെലക്ഷൻ നിനക്ക് പറ്റിയ പാട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. നിന്റെ പോസിറ്റീവ് സെലക്ഷൻ മിഠായിതാ. എന്താ കഴിക്കുന്നത്? പാണ്ടിക്കരിമ്പാറ എന്തോ ഇന്ന് ചെലവ്. ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഖദറിന് വെള്ളിറക്കാൻ പോവാണ്. പോയി ഖദറിനെ ഇറക്കിക്കൊണ്ട് വരട്ടെ, ഇല്ലെങ്കിൽ ഇനി എന്നെ കൊത്തും. അങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ ജോലിക്കും പോയി. ഞങ്ങളുടെ ജോലി നോക്കണം. വീട് വെക്കുന്നത് കൊണ്ട് ചിലവ് ചുരുക്കലാണ്. അതുകൊണ്ട് ബർത്ത്ഡേ പാർട്ടി ഒന്നും ഇല്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.